അറിയില്ല, ഞാൻ കൊച്ചി കടലിനകത്ത് കിടക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ 3 നേരം ഫിഷ് കഴിക്കുന്ന ആൾക്കാരാണ്. സ്റ്റാർട്ട് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഫിഷ്, ചോറുമീൻ കറി, ലഞ്ച് ചോറുമീൻ കറി, രാത്രി ചോറുമീൻ കറി. സൺഡേ നമുക്ക് ബീഫ് മസ്റ്റാണ്, ബീഫ് പുട്ട്. അതൊരു ഇപ്പം സൺഡേയിലെ ഞങ്ങളുടെ വീട്ടിലൊക്കെ മെനു ഒക്കെ എല്ലാം ഫിക്സഡാണ്, അതൊന്നും മാറാറില്ല. സൺഡേ രാവിലെ ആണെങ്കിൽ പുട്ട് ബീഫ്, അത് പള്ളി പോണ മുമ്പ് വരുമ്പോൾ കഴിക്കുക. അത് ബീഫ് എന്ന് പറഞ്ഞാൽ ബീഫ് കറി വെക്കത്തില്ല. ബീഫ് നമ്മൾ സാറ്റർഡേ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ജിഞ്ചർ, ഗ്രീൻ ചില്ലി കറി വെച്ചിട്ട് ബോയിൽ ചെയ്യും. ഇപ്പം എല്ലായിടത്തും കിട്ടും ഈ ഉപ്പിലും ഇറച്ചി എന്ന് പറഞ്ഞിട്ട്. ഞാനൊക്കെ ജനിച്ച കാലം കൊണ്ട് കഴിക്കുന്നതാണ്. അതും പുട്ടും കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ് നടക്കുക. ഉച്ചയ്ക്ക് ഞങ്ങളുടെ ബീഫ് വിന്താലു, ഞങ്ങൾ വിനാരി ഇറച്ചി എന്നാണ് പറയാറ് കൊച്ചി ഭാഗത്തോട്ട്. അത് ബീഫ് വിന്താലു, ക്യാബേജിൻ്റെ ഒരു തോരൻ, ഒരു മോര് കറി, അച്ചാർ, ചോറ്. ഇതാണ് ആ ഒരു ഫിക്സഡ് റെസിപ്പി അല്ലെങ്കിൽ മെനു ആണ്. അത് മാറാറില്ല, വളരെ കുറച്ച് രീതിയിലേ മാറാറില്ല. ഷെഫിന്റെ ഇന്റർവ്യൂല് വായിൽ വെള്ളം വരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഫിഷ് ഭയങ്കര, ഇപ്പൊ കൊച്ചി നല്ല ഫിഷ് ഭയങ്കരമായിട്ട് കൊച്ചിയിൽക്കാരായതുകൊണ്ട് തന്നെ ഫിഷ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഷ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു 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 ഫിഷ് റെസിപ്പി എന്ന് പറയുകയാണെങ്കിൽ തേങ്ങ അരച്ചിട്ടാണോ തേങ്ങ ഇല്ലാതെ? മുളക് മതി. നിങ്ങൾക്ക് എന്ത് വേണം? തേങ്ങ അരച്ച വേണോ, തേങ്ങ അരക്കാത്ത വേണോ? തേങ്ങ അരച്ചത് വേണോ? ഏറ്റവും സുഖമാണ് തേങ്ങ. അതിൻ്റെ അകത്തേക്ക് ഇപ്പം എൻ്റെ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ ഗാർലിക് ഉപയോഗിക്കില്ല. കുറച്ച് ജിഞ്ചർ, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് ചെറിയ ജീരകം, ഫൈൻ പേസ്റ്റ് അരക്കുക. ആ അരപ്പ് ചട്ടിയിലേക്ക് ഇടുക. ആ ജാറ് കഴുകിയിട്ട് ആ വെള്ളം ഒഴിക്കുക. കുടംപുളി അല്ലെങ്കിൽ മാങ്ങ, കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക് കീറിയത്, തിളപ്പിക്കുക. ലൈറ്റായിട്ട് ബോയിൽ ആകുമ്പോഴേക്ക് എന്ത് ഫിഷാണോ അതിടുക, കുക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു 6 to 8 minutes കുക്ക് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് ഉലുവ പൊടിച്ചിടുക. വെളിച്ചെണ്ണകത്ത് ഉലുവയും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി മൂപ്പിച്ചിട്ട് മേലിടുക. അത്രേ ഉള്ളൂ കറി. സിമ്പിൾ. പല വേരിയേഷൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന സ്റ്റൈലാണ്. ഞങ്ങൾ അങ്ങോട്ടൊന്നും ഗാർലിക് ഇടില്ല ഫിഷ് കറിയുടെ വീട്ടിലൊന്നും. ജിഞ്ചറും ഗ്രീൻ ചില്ലിയാണ് മീൻ കറിക്ക് പോകുന്നത്. മുളക്, അതായത് നമ്മൾ അത് എന്താ പറയുക, മുളകിട്ട് വെക്കുവാണെങ്കിൽ അതിലാണ് ഗാർലിക് ഇടുന്നത്. പിന്നെ കൊച്ചിക്കാരുടെ ഫേവറേറ്റ് ആയിട്ട് ഉണ്ട് കേട്ടോ, മീൻ തിളപ്പിച്ചതെന്ന് പറയും. അതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് ഫിഷ് കറി. അത് ഇതുപോലെ കൂടുതൽ ജിഞ്ചർ, ചെറിയുള്ളി വേണം, കറിവേപ്പിലിന്റെ വായി വെള്ളം വരുന്നത്. ഇതെല്ലാം കൂടി ചതയ്ക്കും, നല്ലോണം ക്രഷ് ചെയ്യും. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് മൂപ്പിക്കും. സൂപ്പർ സ്മെല്ല് വരും. സ്മെല്ല് വരുമ്പോഴേക്കും അതിൻ്റെ അകത്തേക്ക് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മതി. അതിൻ്റെ അകത്തേക്ക് തക്കാളി കുറച്ച് കൂടുതൽ വേണം. തക്കാളി വെന്ത് പോകേണ്ട ആവശ്യമില്ല. തക്കാളി ജസ്റ്റ് കുക്ക് വരുമ്പോഴേക്കും കുറച്ച് വിനാഗിരി അതിട്ടിട്ട് കുറേ വെള്ളം ഒഴിക്കുക, തിളപ്പിക്കുക. ഇത് ആക്ച്വലി ഇതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര തിന്നായിരിക്കും, രസം കിടക്കുന്ന പോലെ കിടക്കും. അതിലേക്ക് ഏറ്റവും ഫ്രഷ് ഫിഷ്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ഇതുണ്ട്, മീൻകറി വെക്കുന്നത് 2 ടൈമിലാണ്. ഇപ്പം ഉച്ചയ്ക്ക് മീൻ മേടിക്കുന്നെങ്കിൽ തേങ്ങ അരച്ച് വെക്കും. പക്ഷെ കല്ല് പണ്ട് പുറത്തായിരുന്നല്ലോ, അപ്പോൾ അരച്ച് വെക്കാൻ വേണ്ടി ടൈം എടുക്കുന്നതുകൊണ്ട് തേങ്ങ അരച്ച് മീൻകറി വെക്കും. വൈകിട്ടാണെങ്കിൽ മീൻ തിളപ്പിക്കത്തുള്ളൂ. അപ്പോൾ വൈകിട്ടാണ് മീൻ കൊണ്ടുവരുന്നെങ്കിൽ നേരെ മീൻ തിളപ്പിക്കില്ല. ഒറ്റത്തളയെന്നൊക്കെ പറയും, ചിലർ ഒറ്റത്തളയെന്ന് പറയും, തിളപ്പിക്കുക എന്ന് പറയും. അങ്ങനെ അത് ചെയ്യും. ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഏറ്റവും വേണ്ടത് ഫ്രഷ് ഫിഷ് ആയിരിക്കണം. ഇതിൽ വേറെ ഒന്നും വരാത്തതുകൊണ്ട് തന്നെ ഫിഷ് ചെറുതായിട്ട് പഴകിയാലും ടേസ്റ്റ് അറിയാൻ പറ്റും. കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയത് ഈ മിക്സഡ് ആയിട്ടുള്ള മീൻ കിട്ടും. ഞങ്ങളുടെയൊക്കെ വല വലിക്കുമ്പോഴേക്കും ഒരു കോരി തന്നെ പല മീനടിക്കും. ചെമ്മുള്ളനുണ്ടാവും, മാലനുണ്ടാവും, എല്ലാം കൂടി ഇട്ടിട്ട് ഒരുമിച്ചിട്ട് കുക്ക് ചെയ്യും. അതിൻ്റെ ടേസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും ചൂട് ചോറും മിക്സ് ചെയ്ത് കഴിച്ചാൽ പൊളിയാണ്. ഇപ്പം നമ്മളിപ്പോ കൊച്ചിയിലാണല്ലോ, ഇപ്പൊ കൊച്ചിക്കാരനായതുകൊണ്ട് ഇപ്പൊ നാട്ടിൽ വന്നിട്ട് ഒത്തിരി സ്ഥലങ്ങളുടെ ഈ പറഞ്ഞ നൊസ്റ്റാൾജിക് ഫുഡൊക്കെ നമ്മൾ റീൽസ് കാണുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ എന്തായാലും ഇവിടെ പോയിട്ട് കഴിക്കണം എന്ന് ചിന്തിക്കും. നമ്മളിവിടെ കൊച്ചിയിൽ എക്സ്പ്ലോർ ചെയ്യാത്ത അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഷെഫ് പോയിട്ട് കഴിച്ചിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യണം, ഇന്ന സ്ഥലത്ത് ഇന്നൊരു റെസിപ്പി ഉണ്ട്, ഇതെന്തായാലും മസ്റ്റായിട്ട് ഇന്ന ഹോട്ടലിൽ കഴിക്കണം എന്ന് പറയാം. ഇപ്പൊ ഞാൻ വന്നിട്ട് കഴിച്ചതിൽ 2-3 ഉണ്ട്. ഇപ്പൊ ഞാൻ വന്നിട്ട് കഴിച്ചതിൽ കൊച്ചി മുണ്ടമ്പേലിക്ക് പോകുന്ന വഴി അത്തിപ്പുഴ എന്ന സ്ഥലമുണ്ട്. അവിടെ ഈശപ്പഞ്ചന്റെ കട എന്ന് പറയും, ഒരു കടയുണ്ട്. അവിടെ പോയിട്ട് പുട്ടും ബീഫും കിട്ടും. രാവിലെ ഒരു 8-9 o'clock പോയിട്ടുണ്ടെങ്കിൽ 60 രൂപ ബീഫ് കറിക്ക്, 10 രൂപ പുട്ട്, 10 രൂപ ചായ, 80 രൂപക്ക് വയറ് നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആ പുട്ടും ബീഫും ഭയങ്കര ടേസ്റ്റാണ്. അതാ വലിയതൊന്നും പ്രതീക്ഷിക്കുന്നത് സാധാരണ ചെറിയ റെസ്റ്റോറൻ്റ് ആണ്. ഞാൻ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട, താല്പര്യമില്ല. പക്ഷെ അത്രയ്ക്കും തിരക്കുള്ള സ്ഥലമാണ്. അപ്പം ലോക്കലി ഭയങ്കര ഫേമസ് ആണ്. ബട്ട് ആ പുട്ടും ബീഫും അടിപൊളിയാണ്. തൊമ്പടി കഴിഞ്ഞിട്ട് പോളക്കണ്ടം മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് അതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ പേര് എനിക്ക് തോന്നുന്നത് CNC അങ്ങനെ എന്തോ ആണ്. ഓൾമോസ്റ്റ് ഒരു 100 വർഷം പഴക്കമുള്ള റെസ്റ്റോറൻറ്റാണ്. അത് കൂടുതൽ പഴക്കം ഉണ്ടാവും. അവിടെ വൈകിട്ട് കിട്ടുന്ന മസാല ദോശ, അവിടുത്തെ ചായ, പിന്നെ രാവിലെ കിട്ടുന്ന ഞങ്ങളുടെ കൊച്ചിക്കാരുടെ സ്വന്തം സവാള ബജി എന്ന് പറയും. ഞങ്ങൾ സവാള വടയാണ്, ഞങ്ങൾ കൊച്ചിക്കാർ സവാള ബജി എന്ന് പറയുന്നത്. അതും ചായ ഭയങ്കര ടേസ്റ്റ്. അതൊന്നും ആദ്യം ആരും എക്സ്പ്ലോർ ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല.
അത് രണ്ടും ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ ഇടാൻ വേണ്ടി. ഓക്കെ, ഞങ്ങൾ പോയി കഴിക്കുന്നതായിരിക്കും. ഇപ്പൊ ഷെഫ്മാർക്ക് ഒരു റെസിപ്പി കൂട്ടുണ്ടാവും, അതായത് എപ്പോഴും ഒരു രഹസ്യക്കൂട്ട് എന്നൊക്കെ പറയും. ആ ഒരു കൂട്ട് മസാലകളൊക്കെ പൊടിച്ചിട്ട് ചില കറികൾക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി ചേർക്കല്ലോ, അങ്ങനെ ഒരു എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇല്ല. രഹസ്യ കൂട്ടൊന്നും ഇല്ല. എല്ലാവരും പല ആൾക്കാരും പറയാറുണ്ട് അവർക്ക് സ്വന്തം റെസിപ്പീസ് ഉണ്ട്, അത് കൊടുക്കാൻ പാടില്ലെന്ന് പറയും. അതൊന്നും അതിലൊരു കാര്യമില്ല. റെസിപ്പി പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ അല്ലാതെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നിർബന്ധമൊന്നുമില്ല. അത് നമ്മൾ ആ പാഷൻ ആ ലവോടെ ഒരു കുക്ക് ചെയ്യുക, ടൈം എടുത്ത് കുക്ക് ചെയ്യുക. ഈ കുക്ക് ചെയ്യുന്നതിന് രണ്ട് കാര്യമുണ്ട്. ഇപ്പം ഞാൻ എപ്പോഴും പറയേണ്ടത് ഈ സിമ്പിൾ റെസിപ്പി എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റിന് ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ ബീഫ് കറി എന്ന് പറഞ്ഞത് നമ്മളെല്ലാം കൂടി ഒരുമിച്ചിട്ട് കുക്കറിലിട്ട് കുക്ക് ചെയ്യുന്നതും അത് തന്നെ ഒരു ചട്ടിയിലിട്ട് കുക്ക് ചെയ്യുന്നതും രണ്ടിൻ്റെയും ടേസ്റ്റ് ഡിഫറൻസ് വേറെ വേറെ ആയിരിക്കും. പക്ഷേ ഈ ഓണിയൻ സോർട്ട് ആകുന്ന സ്റ്റേജസിന് ഓണിയൻ ഇപ്പം നമ്മൾ നോക്കിക്കോളൂ, എല്ലാ റെസിപ്പീസിലും നമ്മൾ ഉപയോഗിക്കുന്ന ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ഓണിയൻ, മുളക് പൊടി മഞ്ഞൾ പൊടി ഗരം മസാല ഇത് തന്നെയായിരിക്കും. ബട്ട് കറിയുടെ ടേസ്റ്റ് മാറി മാറി വരും. എന്തുകൊണ്ടാണ്? അതിൽ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണിയൻ എത്ര ലെവൽ വരെ കുക്ക് ആകുന്നുണ്ടെന്ന് വരും. ഓണിയൻ നമ്മളൊരു ജസ്റ്റ് ഒരു ഹൈ ഫയറിൽ സോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓണിയൻ ഒരു ടേസ്റ്റാണ്. സ്ലോ ഫയറിൽ ഒരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓണിയൻ്റെ വേറൊരു രുചി കിട്ടും. ഡാർക്ക് ബ്രൗൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓണിയൻ്റെ ടേസ്റ്റ് മാറും. അത് ഫുൾ മാഷ് ആക്കി അതിന് വേറെ രുചിയായിരിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന മസാലാസ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. അങ്ങോട്ടും ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ പൊടികൾ കുറച്ച് കൂട്ടും അല്ലെങ്കിൽ കുറക്കും. ബട്ട് എല്ലാത്തിലും ഓൾമോസ്റ്റ് നമ്മുടെ റെസിപ്പീസിൽ എല്ലാത്തിലും തന്നെ ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടാവും. വളരെ ഇതിൽ മാത്രമേ അങ്ങോട്ടും മാറി വരത്തുള്ളൂ. ഇപ്പൊ ഒരേ ഡിഷ് തന്നെ ഇപ്പൊ രണ്ടുപേരുണ്ടാക്കിയെങ്കിൽ ഒരാളുടെ ടേസ്റ്റ് കൂടും, ഒരാളുടെ ചിലപ്പോൾ കുറയായിരിക്കും. അതിനുള്ള റീസൺ ഇതാണോ, അല്ലെങ്കിൽ ടേസ്റ്റ് കൂടാൻ ഒരു പൊടിക്കൈ എന്തെങ്കിലും? അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ റെസ്റ്റോറൻറ്റ്സിലും ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ റെസിപ്പി ക്രിയേറ്റ് ചെയ്ത് വെക്കും. റെസിപ്പി റെസ്റ്റോറൻറ്റിൽ അറിയാമല്ലോ, നമ്മളൊരു ആരുണ്ടാക്കിയാലും ആ ഫുഡ് അങ്ങനെ തന്നെ കിട്ടണം, അത് നിർബന്ധമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള SOPs നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മളൊരു മെനു ചെയ്തിട്ടുണ്ടെങ്കിൽ റെസിപ്പീസ് ചെയ്ത് ഫൈനൽ ടേസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോഴേക്കും സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യും. അതങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇത് ഇത്ര നേരം കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അത്ര നേരം കുക്ക് ചെയ്യാം. ഒരു സോസ് 3 hours കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ 3 hours കുക്ക് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ടൊമാറ്റോ സോസ് കുക്ക് ചെയ്യുമ്പോഴേക്കും ഹൈ ഫയറിലിട്ട് ബോയിൽ ചെയ്യുന്നതും ലോ ഫയറിലിട്ട് കുക്ക് ചെയ്യുന്നതിന് ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. ഹൈ ഫയറിൽ കുക്ക് ചെയ്യുമ്പോഴേക്കും എപ്പോഴും ഫ്ലേവർ എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ലോ ഫയറിലിട്ട് കുക്ക് ചെയ്യാം. ഓക്കെ. ഇപ്പം ഷെഫ്മാരൊക്കെ പൊതുവെ അവരുടെ ജോലി കുക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത് മാക്സിമം കുക്ക് ചെയ്യാൻ മടിയുള്ളവരാണെന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഒരു അമ്മയോ വൈഫോ എന്തെങ്കിലും കുക്ക് ചെയ്യട്ടെ. ശരിയാണ്. വീട്ടിൽ നിന്ന് ഒരാൾ ഭക്ഷണം കഴിക്കാൻ നല്ല സുഖമുള്ള കാര്യമില്ല. നമ്മൾ കാലിനിട്ട് ഇരിക്കുക, ഫുഡ് തരിക, നമ്മൾ കഴിക്കുക, അടിപൊളി പരിപാടിയല്ലേ. പക്ഷെ ഉള്ളിരിക്കുന്ന ആൾക്കാർ വിചാരിക്കും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ്, അപ്പൊ ഈ ഷെഫ്മാരെ കല്യാണം കഴിക്കുമ്പോൾ അവർ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവും. അപ്പം അവരെ ഇന്ന് ഫുഡ് ഉണ്ടാക്കാനായിരിക്കും കാത്തിരിക്കുക. സോ അങ്ങനെ എങ്ങനെയാ വീട്ടിൽ പോകുമ്പോൾ എങ്ങനെയാ? വീട്ടിൽ ഞാൻ കുക്ക് ചെയ്യും, വൈഫ് കുക്ക് ചെയ്യും, മമ്മി ഉണ്ടാകുമ്പോൾ മമ്മി കുക്ക് ചെയ്യും. നമുക്കൊരു ചേച്ചി ഉണ്ട് വീട്ടിൽ, പുള്ളിക്കാർ നല്ലോണം കുക്ക് ചെയ്യും. പുള്ളിക്കാത്ര ഫിഷ് പിക്കിളൊക്കെ നല്ല അടിപൊളിയാണ്, പുള്ളിക്കാർ ചെയ്യും. അമ്മേൻ്റെ അമ്മച്ചി ഉണ്ടായിരുന്നു, അമ്മച്ചി അതന്നെ എല്ലാവരും കുക്ക് ചെയ്യും. വീക്കെൻഡ് ആണെങ്കിൽ മോസ്റ്റ്ലി ഞാൻ കുക്ക് ചെയ്യും. വീക്കെൻഡ് ഓഫ് ആകുമ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും വീഡിയോൻ്റെ പ്രിപ്പറേഷൻസ് ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റിൽ പോയി വരുമ്പോഴേക്കും അതൊരു എൻജോയ്മെൻ്റ് ആണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്ട്രെസ് ഇത് കളയുന്നത്. ഓക്കെ. ഈ ഭക്ഷണം കഴിച്ചിട്ട് ഈ പറഞ്ഞ സ്ട്രെസ് പോകുന്നു പറയുന്നല്ലോ, കുക്ക് ചെയ്തിട്ട് ഭക്ഷണം സ്ട്രെസ് പോകും സത്യം. അതെ, ഞാൻ ഭയങ്കര മൂടോട്ടായിട്ട് ഇരിക്കുമ്പോഴേക്കും ഞാൻ നല്ലൊരു കൂർക്കൻ ബീഫോ അല്ലെങ്കിൽ നല്ല മീൻ കറി കൂടി ചോറ് കഴിച്ചിട്ട് ഇതെല്ലാം മാറും. സന്തോഷം. ഇപ്പൊ ഡയറ്റ് ചെയ്യുന്ന ആൾക്ക് ഇന്നത്തെ സമൂഹത്തിൽ കുറച്ചും കൂടി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ജിമ്മിലൊക്കെ പോകുന്ന ആളുകളാ, പക്ഷെ അവർക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഫുഡ് കഴിക്കാൻ കൊതിയും വരും. ഹെൽത്തി ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ചോദിച്ചാൽ ചിക്കൻ സ്റ്റൂ ചെയ്യാം. ആക്ച്വലി കോക്കനട്ട് മിൽക്ക് വെച്ചിട്ട് ഈ സ്റ്റൂ ചെയ്യുമ്പോഴേക്കും ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിക്കാം. അതിനകത്ത് തന്നെ എന്തെങ്കിലും ലെൻറ്റിൽസ് ആഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ റെഡ് കിഡ്നി ബീൻസോ അല്ല ചിക്ക് പീസോ അതെല്ലാം ആഡ് ചെയ്തിട്ട് തിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോക്കനട്ട് മിൽക്ക് ഉപയോഗിക്കാം. പ്ലസ് അതിനകത്ത് ഓട്സ് ആഡ് ചെയ്യാം. നമുക്ക് അതിനകത്ത് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ബ്രോക്കോളി, കോളിഫ്ലവർ എല്ലാം ഹൈ പ്രോട്ടീൻ കണ്ടുള്ള വെജിറ്റബിൾസോ അത് ആഡ് ചെയ്യാൻ. അത് ബ്രൗൺ റൈസോ റെഡ് റൈസിൻ്റെ ഉള്ളിൽ പെയർ ചെയ്യാം. അല്ല, കാർബ്സിൻ്റെ ലെവൽ എപ്പോഴും കുറക്കുക എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ഔട്ട് ചെയ്യാനായിട്ട് ആരും പറയാറില്ല. മിക്ക എല്ലാ ഡയറ്റീഷ്യൻസും പറയുന്നത് കാർബ്സ് പരമാവധി കുറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ചെയ്യുന്ന റെസിപ്പി ഞാൻ ഇടയ്ക്ക് ചെയ്യാറുള്ള റെസിപ്പിയാണ്. ഇപ്പൊ ഷെഫ്മാർക്ക് ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുമോ? കാരണം നിങ്ങൾ എപ്പോഴും കുക്ക് ചെയ്യും, അത് ടേസ്റ്റ് ചെയ്യും. ഫോളോ ചെയ്യും ഞാൻ 6 ദിവസം. അത് കഴിഞ്ഞാൽ മാറും. 7 ദിവസം ഞാൻ ചോറില്ലാണ്ട് പറ്റില്ല. ചോറ് എനിക്ക് ഒരു വീക്ക്നെസ് ആണ്. നമ്മളിപ്പോ കുക്ക് ചെയ്യുന്നത് ഷെഫിന്റെ റെസിപ്പീസ് കണ്ടിട്ടാ, വീഡിയോസ് കണ്ടിട്ടാ. ഷെഫ് വേറെ ആരെങ്കിലും റെസിപ്പീസ് കണ്ടാ അങ്ങനെ ട്രൈ ചെയ്തൊക്കെ കുറെ നോക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ മുമ്പിൽ വരുമ്പോഴേക്കും ഇൻട്രസ്റ്റിംഗ് ആയ റെസിപ്പി ആണെങ്കിൽ ഞാൻ നോക്കി ചെയ്യാറുണ്ട്. ചെയ്തൊക്കെ പരമാവധി പറയാറുണ്ട് ഇങ്ങനെ കിട്ടിയതാണെന്ന്. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെങ്കിലും നല്ല റെസിപ്പി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, കുറേ ലേഡീസ് ഉണ്ട്. അവർ സ്ഥിരം കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ റെസിപ്പി നല്ലതാണെങ്കിൽ ചെയ്യും. അതിനൊന്നും ഒരു തെറ്റില്ലല്ലോ. എപ്പോഴും നല്ല റെസിപ്പി കണ്ടാ ചെയ്യുന്നില്ല, എന്താ തെറ്റ്? ഞങ്ങളൊരു ബാച്ചിലർ സാമ്പാറാണ് ഞങ്ങളൊക്കെ ചെയ്യാറ് കണ്ടിട്ട്. ഇപ്പൊ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് പറയാം.
ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ആയിരിക്കും, ചിലർക്ക് ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾ ആയിരിക്കും. ആ വെജിറ്റബിൾ വെച്ചിട്ട് ഒരു റെസിപ്പി, ഒരു പെട്ടെന്നൊക്കെ പറയണം. ഓക്കെ, ചേന. ചേന ഉണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമുള്ളതാണോ? ചേന ഒരു റെസിപ്പി പറഞ്ഞാൽ മതി. ചേന ചെമ്മീനും മെഴുക്ക് പുരട്ടി. അതെങ്ങനെ ഉണ്ടാക്കാം? അതെങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിഞ്ചർ ഗാർലിക് ചെറിയ ഉള്ളി. ചേന ആദ്യം ചില അമ്മച്ചിക്കാണെങ്കിൽ ചേന ആദ്യം വേവിക്കും. ചേനയും ചെമ്മീനും പച്ചമുളക് ഇഞ്ചി കുറച്ച് മഞ്ഞപ്പൊടി ചേന വേവിക്കാം. ചേന വേവുന്ന